സ്നേഹത്തിൻ നിറകുടമേ, സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. നന്മയെങ്ങും വിതയ്ക്കുവാൻ, നന്മയെങ്ങും വിതയ്ക്കുവാൻ, പ്രത്യാശതൻ പ്രഭാരശ്മി ഹൃദയങ്ങളിൽ തെളിക്കുവാൻ കൃപാവരം ചൊരിയണമേ. സകല കലാനിലയമേ, കൃപാവരം ചൊരിയണമേ. ഈ ലോകം ഒരു നാടകവേദിയാണ്. നാം എല്ലാവരും ഈ നാടകത്തിലെ നടീനടന്മാരും. ഈ വേദിയിലെ നമ്മുടെ വരവും പോക്കും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. All the world is a stage, and all the men and women merely players. They have their own exits and entrances. വില്യം ഷേക്സ്പിയർ ഇന്നേക്ക് ഏകദേശം 500 വർഷങ്ങൾക്ക് മുൻപ് നാടകത്തിൻ്റെയും കവിതയുടെയും നവോത്ഥാന കാലത്ത് വിശ്വനാടകവേദിയിലെ അത്ഭുതമായി മാറിയ അതികായൻ വില്യം ഷേക്സ്പിയർ. അദ്ദേഹത്തിൻ്റെ ഒഥല്ലോ എന്ന കൃതിയിൽ ഇയാഗോ പറയുന്നു, I am not what I am. I am nothing if not critical. ഞാൻ എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ അതല്ല ഞാൻ. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാനില്ല. ലെഫ്റ്റനൻ്റ് സ്ഥാനം നഷ്ടപ്പെടുന്ന കാഷ്യോയ്ക്ക് അത് തിരികെ കിട്ടാൻ വേണ്ട മാർഗം ഇയാഗോ നിർദ്ദേശിക്കുന്നു. ചാമിങ് ഇന്നസെൻ്റായ ഡെസ്ഡിമുനെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചു മടങ്ങുമ്പോൾ ആ കാഴ്ച കാണാൻ ഭർത്താവായ ഒഥല്ലോയെ അവിടെ എത്തിച്ചതും ഇയാഗോ തന്നെ. Who is that? That is Cassio, my lord. I don't like this relationship. നാടകരചന ഫ്രാൻസിസ് ടി മാവേലിക്കര. ഗാനങ്ങൾ രാജീവ് ആലിങ്കൽ. സംഗീതം ആലപ്പി വിവേകാനന്ദൻ. പാടിയത് അനിൽ മത്തായി, സജീഷ് നാരായൺ, സുഭ രഘുനാഥ്. റെക്കോർഡിംഗ് റെജി, ശ്രീരാഗ് ഡിജിറ്റൽ, കരുനാഗപ്പള്ളി. രംഗശില്പം ആർട്ടിസ്റ്റ് സുജാത. നാടക സംവിധാനം വക്കം ഷക്കീർ. ശാരദയുടെ ആങ്ങള വന്നിട്ട് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഇയാള് നടക്കാൻ ഇറങ്ങിയതായി. അങ്ങനെ ഒരു ശീലമുണ്ട്, നടക്കണ്ടെന്ന് കരുതി. എനിക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ശരീരത്തിന്റെ ഭാരം മുട്ട് താങ്ങുന്നില്ല. ഒരു പഞ്ചായത്ത് ഭരണം എന്നൊക്കെ പറഞ്ഞാ പിന്നെ വ്യായാമമൊന്നും വേണ്ട. മഹാദേവൻ തമ്പി 30 വർഷമായി പഞ്ചായത്ത് ഭരിക്കുക. ഇനി മാറണം. വെറുതെ നിന്നാ മതി, ജയിപ്പിച്ച് വിടും നാട്ടുകാര്. അത് ഈ ഓണംപള്ളി തറവാടിന്റെ മഹത്വമാണ്.
റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തിരിയുന്നിടത്ത് കാണുന്ന സ്കൂളില്ലേ, NSS ഹയർ സെക്കൻഡറി സ്കൂള്, 10.5 ഏക്കർ സ്ഥലം അച്ഛൻ കൊടുത്താ അത് ഇന്നുണ്ടെങ്കിൽ എത്ര കോടി കിട്ടും? അതൊന്നും ഈ നാട്ടുകാർക്ക് മറക്കാനൊക്കില്ല. എന്നാലും ഒരിക്കൽ അവരെന്നെ തോൽപ്പിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വെറും 500 വോട്ടിന്. ഒപ്പം നിന്നവന്മാര് ചതിച്ചതാ. അന്ന് ജയിച്ചിരുന്നെങ്കിൽ മന്ത്രിയാ. ഓ കർമ്മമില്ലെന്നേ. ശാരദേ, ആ പശുക്കളെ തൊഴുത്തുനിന്ന് മാറ്റി കെട്ടിയില്ലേടി? തരാതരത്തിന് 14 പശുക്കൾ നിന്ന തൊഴുത്ത ഇപ്പൊ പേരിന് 3 എണ്ണം. ഓണം പള്ളിക്കാർക്ക് കവറ് പാല് വാങ്ങാൻ നിൽക്കുമോ? ഗൗരി ഉണ്ടായിരുന്നപ്പോ വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് തൊഴുത്തിൽ കയറുമായിരുന്നു. 4 ആളുടെ പണി ചെയ്യും, ഒരു പരാതിയുമില്ലാതെ. പോയില്ലേ? പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് വരുമ്പോ കിണറ്റിങ്ങനെ വീട് കിടക്കും. ഭർത്താവ് ആദ്യം മരിക്കണം. ശാരദേ, ചായ കിട്ടിയില്ല കേട്ടോ. ചേട്ടൻ എത്തിയ വിവരം ഞാൻ അറിഞ്ഞതേ ഇല്ല. ചായ എടുക്കട്ടെ? ഞാൻ അകത്ത് വരാം. ആ പശുക്കളെ തൊഴുത്തത് മാറ്റി കിട്ടിയില്ലേടി? അതെങ്കിലും നിലവിളിക്കുന്നത് കേട്ടില്ലേ? അഴിച്ചിറക്കാൻ വെച്ചാ മനുഷ്യനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ പൈക്കളെ ശ്രദ്ധിക്കണം. സതീശൻ എവിടെ? ഇവിടെ എവിടെയോ ഉണ്ടാവൻ. ആ, എനിക്ക് കുളിക്കാൻ വെള്ളം എടുത്തേക്ക്, നേരത്തെ പോണം. പത്തായത്തിൽ കിടന്ന് നെല്ല് കിളിച്ചിട്ടുണ്ട് ഇവിടെ. ഇന്നോ അലി ചാക്കം പടിയെടുക്കുക. ഏക്കറ കണക്കിന് പുഞ്ചയാ കാട് പിടിച്ചു കിടക്കുന്നത്. ലോകം ഇങ്ങനൊന്നും അങ്ങോട്ട് പുരോഗമിക്കാൻ പാടില്ല. താനൊരു പ്രൊഫസറല്ലേ, എന്താ അഭിപ്രായം? എടോ, ഒരു മനുഷ്യനായാൽ എത്രത്തോളം വളരാം? ഏറിയാൽ 6-6.5 അടി. ഒരു തെങ്ങ് എത്രത്തോളം വളരാം? ഒരു പരിധി വിട്ട് മേൽപോട്ട് പൊന്തിയാൽ അപകടമാ. ശാരദേ, തിരുവനന്തപുരത്ത് നിന്ന് 3-4 ഉദ്യോഗസ്ഥന്മാർ വരും. ഇന്ന് നേരത്തെ പോണം. മടുത്തു കൊച്ചനെ, മടുത്തു. ഇനി നിൽക്കുന്നില്ല. അച്ഛൻ രാഷ്ട്രീയം കൊണ്ട് പലതും നഷ്ടപ്പെടുത്തി, ഒന്നും നേടിയിട്ടില്ലെന്നൊക്കെയാണ് മക്കള് പറയുന്നത്. എന്നാലും ഒരുത്തൻ ബാങ്ക് മാനേജറായി, ഒരുത്തി ഗൾഫിലും. ഇനി ഇളയ ചെറുക്കന്റെ കാര്യത്തിലൂടെ തീരുമാനത്തിലെത്തണം. സതീശന്റെ പണ്ട് നാഴികക്ക് 40 വട്ടം ഗൗരിയെ വിളിക്കുമായിരുന്നു. അവളെ ഒന്ന് വിളിച്ച് രണ്ടാമത്തേതിന് തെറി പറയും. ഇപ്പൊ മരുമോടെ പേരാ. അവളെ പിന്നെ അങ്ങനെ പറയാനൊക്കില്ലല്ലോ. ഗോവിന്ദൻ നായർ എങ്ങനെ? ഇപ്പോ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇടക്കൊക്കെ അങ്ങോട്ടൊന്ന് വന്ന് കാണണമെന്ന് വിചാരിക്കും. സമയം കിട്ടണ്ടേ? അച്ഛന് കുളിമുറി ചൂടുവെള്ളം തയ്യാറാ. സോപ്പും തോർത്തും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പൈക്കളെ മാറ്റിക്കെട്ടി വൈക്കോലിട്ട് കൊടുക്കാൻ കുറെ നേരമായി പറയുന്നു നിന്നോട്. ചെയ്യാൻ വെച്ചാ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി. ജഗദീശന് ചായ കൊടുത്തു നീ? എനിക്ക് തിരക്കില്ല. എന്റെ മുട്ടു ചുബയും തേച്ചോ? ആ പൈക്കളെ മാറ്റിക്കെട്ട് താമസിക്കണ്ട. ഞാൻ വരുന്നു. രാവിലെ ഇവിടെ യുദ്ധമാണ്. ചേട്ടൻ വന്നിട്ടൊന്ന് സ്വസ്ഥമായി സംസാരിക്കാൻ പോലും കഴിഞ്ഞില്ല. നീ പോയി പശുക്കളെ ഇറക്കിക്കെട്ട്. പശുക്കളെ ഞാൻ അഴിച്ചു കെട്ടി വൈക്കോലിട്ട് കൊടുത്തു. നിനക്ക് പുണ്യം കിട്ടും. ഈ കുട്ടിയുള്ള ഈ വീട്ടിൽ ഏട്ടത്തിയോട് ഇത്തിരി സ്നേഹമുള്ളതായിട്ട്. വെറുതെ വാചകടിച്ച് നിൽക്കണ്ട. ആ ബാങ്കർ കിടന്ന് അലക്കുന്നവൻ ചെന്നാട്ടെ. ഒയ്യോ, ഷർട്ട് തേച്ച് കൊടുത്തില്ല. നിനക്ക് ചായ കിട്ടിയോ? ഓ, ഞാൻ എടുത്ത് കുടിച്ചു കിടത്തി. ഈ നല്ല ഗുണങ്ങൾ ഇവിടുത്തെ മറ്റുള്ളവർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഈശ്വരാ. കടിച്ച ദേഹത്തെ എറുമ്പിനെടുക്കാൻ സഹായികളെ തേടിയിരുന്ന പെണ്ണ. ഇവിടെയുള്ള മറ്റുള്ളവരൊക്കെ അങ്ങനെ ആയപ്പോ ഏടത്തി മാറി. ഇയാൾക്ക് ഇപ്പൊ എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇയാൾ ഏത് കോഴ്സാ കഴിഞ്ഞത്? ഞാൻ മൈക്രോബയോളജി കഴിഞ്ഞു. ദൈവമേ, ചേടത്തിക്ക് വീണ്ടും ജോലിയായി. ഗൾഫുകാരെത്തി സുഷമേച്ച് പുഷ്കരളിയല്ലോ.
തടിച്ചല്ലോ. നീ എന്നെ തടുപ്പിക്കാതിരിക്കാതെ ആ പെട്ടിയൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പാടാ. ദൈവമേ, ഇത് നമ്മുടെ ശാരദാഥന്റെ ആങ്ങളെയല്ലേ ജഗദീഷ്? നിനക്ക് അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ കാണുമ്പോ ഇത്തിരി ആക്രാന്തം കൂടുതലാ. ഈ ബാഗാത്തോണ്ടേക്കടി. ആ പെട്ടി ഇറക്കാൻ പാടാ. പ്രൊഫസറെ നിക്കണേ, ഞാൻ ആ വണ്ടി ഒന്ന് വിട്ടേച്ച് വരാം. കാശ് കൊടുക്കണ്ടേ? വേണ്ട, നിന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റാണെന്ന് പറഞ്ഞാൽ ഡ്രൈവർ അങ്ങ് വെക്കോളും. നെടുമ്പാശ്ശേരി എന്ന് പിടിച്ച വണ്ടിയാ. പുഷ്കരനളിയന് ഒരു മാറ്റമില്ല കേട്ടോ. നീ എന്നെ മാറ്റാൻ നിൽക്കാതെ ആ പെട്ടി ഇറക്കാൻ പാടാ. എനിക്ക് ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. സമ്മതിക്കില്ല, പാടാ ഇങ്ങോട്ട്. സർക്കാർ കോളേജിലല്ലേ? ഇപ്പൊ പഴയതിന് ഗ്ലാമർ വെച്ച് കേട്ടോ. അച്ഛനെ പോലും അറിയിക്കാതെയുള്ള വരവാ. പുഷ്കരേട്ടന് അവധി കിട്ടാൻ വലിയ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ 10-600 പേര് ജോലി ചെയ്യുന്ന കമ്പനിയുടെ മാനേജറാണ്. നിസ്സാര പണിയാണോ? ഉത്തരവാദിത്തം തലേ നിറക്കാൻ അധികം സമയമില്ല. നിങ്ങൾ എന്തിനാ മനുഷ്യ പെട്ടി ചുമക്കുന്നത്? അത് ഇവരെടുക്കത്തില്ലായിരുന്നോ? ഒരു മാനേജർ എന്നെ പോലെ ചുമടെടുത്ത ഒരു പരിചയം ഉണ്ടാടി. ഇറക്കടാളിയാ. നീ എന്നാ കോപ്പ മേടിച്ചെന്നാ? മൈക്രോബയോളജി. നിന്റെ ഒരു മൈക്രോ. ഓ, വല്ല കാര്യമുണ്ടാ ഗൾഫിൽ കിടന്ന് ചുമടെടുത്തത് കൊണ്ടു. പുഷ്കരൻ ചേട്ടനെ ഒന്നിനും മാറ്റി നിർത്തണ്ട. ഈ അഭിപ്രായം നീ മാറ്റായിരുന്നാ മതി. നാട്ടിലൊക്കെ ഇപ്പൊ ഭയങ്കര ചൂടല്ലോ. ഓ, എന്ന് പറഞ്ഞാ എവിടെ കൂട്ടിന്ന് വരെയല്ലേ? നമുക്ക് AC നിറങ്ങാൻ സമയമുണ്ടോ മനുഷ്യ? ഓ, AC നിറങ്ങാത്ത നിന്നെ കണ്ടേച്ചാലും മതി. എടി, ഈ പെട്ടിയൊക്കെ എടുത്താത്തോണ്ട് വെക്കണം. നിന്റെ അച്ഛൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിലെ കാണാൻ തട്ടി മൂക്ക് കുത്തി വീണ പിന്നെ പഞ്ചായത്തിന് അവധി കൊടുക്കണം. എടുക്കണം. ഈ പുഷ്കരൻ ചേട്ടൻ ഭയങ്കര തമാശക്കാരനാ. പക്ഷെ ജോലി സ്ഥലത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാ. ദൈവമേ, ഇതാരാ? ഇതാ ഇപ്പൊ നന്നായേ. കഴിഞ്ഞ വെള്ളിയാഴ്ച വിളിച്ചപ്പോൾ മരുന്ന് നല്ലത് പറഞ്ഞിരുന്നില്ലല്ലോ. എന്ന് പറഞ്ഞാടി നാത്തുനെ പുഷ്കരേട്ടന് ലീവ് കിട്ടണ്ടേ? നീ അങ്ങ് തൊടിച്ചു കൊഴുത്തല്ലോടി. TV-യിൽ കാണിക്കുന്ന ലേഖ്യം വാങ്ങിച്ച് കഴിക്കുന്നുണ്ടോ? ഞാനൊന്ന് മെലിയാൻ വേണ്ടി 6 കുപ്പി തൈലം തേച്ചു. ഒരു പ്രയോജനവും ഇല്ല. അവസാനം മെലിഞ്ഞത് പുഷ്കരേട്ടന്. രാജേട്ടനാ എനിക്ക് എല്ലാം എടുത്ത് കയ്യിൽ വെച്ചു. നീ ഇവിടെ വന്ന് കിന്നരിച്ചോണ്ട് നിൽക്കണോ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എന്താലേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഞാൻ കഷ്ടപ്പെട്ട് വെളുപ്പിന് എഴുന്നേറ്റ് ഉണ്ടാക്കി ഇടിയപ്പാ. 2 എണ്ണം കഴിച്ചിട്ട് വരാ ചേട്ടാ. നീ എന്റെ ലാപ്ടോപ്പ് എടുക്കുക, ആ വണ്ടിയുടെ കീയും. ഇയാളെന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? ഞാൻ മാത്രമല്ല, പുഷ്കരേട്ടനുണ്ട്. അങ്ങേർക്ക് ലീവ് ശരിയാതെ മെനഞ്ഞാന്നാ. നീ എങ്ങോട്ടായി കൊച്ചു വെളുപ്പാൻ കാലത്ത്? ഒരു ജനറേഷൻ ബാങ്കിന്റെ മാനേജർ എന്നൊക്കെ പറഞ്ഞ വെളുപ്പിന് 5 മണിക്ക് ചെന്നാൽ അത്രയും നിന്ന് രാത്രി 8 മണി കഴിയും ബാങ്കിൽ നിന്ന് ഇറങ്ങാൻ. അതൊക്കെ ഇതേ ഇവരെ പോലുള്ള പ്രൊഫസർമാര് പണിയെടുക്കാതെ കാശ് കിട്ടും. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഇങ്ങനെ ഒരു അവസ്ഥയത് മറ്റൊന്നും ശ്രദ്ധിക്കാതെ പണിയെടുത്തിട്ടാ. പണിയെടുക്കുന്നവരൊക്കെ ഒരു കൊച്ചുള്ളതിനെ കൊണ്ടുവന്ന് ബോർഡിങ്ങിലാക്കുന്നതാണോ പതിവ്? എനിക്കതിനോട് യോജിപ്പില്ല. ആളിയും കാണുന്നില്ലേ യുദ്ധം? അതിനിടയ്ക്ക് മോളെയൊക്കെ നോക്കാൻ ആർക്കാ സമയം? ഒന്നിനും സമയമില്ല എന്ന് പറയുന്നതാണല്ലോ പുതിയ കാലത്തെ പരിഷ്കാരം. ആളുകൾ ഈ കൊച്ചുവെളുപ്പാകാലത്ത് എങ്ങോട്ടാ? ഒരു നാഷണലൈസ്ഡ് ബാങ്കിന്റെ ഏരിയ മാനേജറാ ഞാൻ. എന്ന് പറഞ്ഞാൽ തൂക്കിക്കൊള്ളാനുള്ള അധികാരമൊന്നും ഇല്ലല്ലോ കേട്ടോ. 600 പേരുടെ മാനേജറാ പുഷ്കരേട്ടൻ. അതിലും പ്രയാസമാ നിന്റെ മാനേജർ പണി. അളിയൻ വല്ലാതെ കറുത്തു കേട്ടോ. അയ്യോ, അത് പിന്നെ അറിയാ, ഈ വെയിലത്ത് കിടന്ന് തോള് കുത്തിയ ആരും എന്ന് പറഞ്ഞ 10-600 പേരെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണ്ടേ? ദുബൈയിലെ വലിയൊരു കോടീശ്വരന്റെ മാനേജറാ. അതിന് താഴോട്ട് പോകാൻ ഇവൾ അനുവദിക്കത്തുമില്ല. ഈ കാപ്പിയെങ്കിലും കുടിക്കും. അടുത്ത് നിന്ന് കൊച്ചു കുട്ടികളെ പോലെ ഊട്ടിക്കണം. ഇങ്ങനെയാണ് ഭർത്താവിന് കാപ്പി എങ്ങനെയാ? നീ ഇത് കുടിക്കാൻ തന്നതോ അതോ മാർക്കിടം തന്നതോ? ഞാൻ രാജേട്ടന് വേണ്ടി. നീ ഹോട്ടൽ നടത്തു തന്നില്ലല്ലോ ഓരോന്നിനും അഭിപ്രായം പറയാൻ. ചേട്ടാ പേഴ്സ് തന്നെ. അവനെന്തോ ആപ്ലിക്കേഷൻ അയക്കാൻ. നീ അവനൊക്കെ ആപ്ലിക്കേഷൻ അയച്ചു വെച്ചേ. എന്തുവാടാ? പിന്നെ കാർഷിക സർവകലാശാലയില് അക്കാര്യത്തിൽ രാജേട്ടനെ എന്റെ കൊച്ചിനെ വലിയ ഇന്റർവ്യൂ ഒന്നും നടത്തണ്ട. അവനെ കളവ് പറയില്ല. എത്ര രൂപ വേണം? ഇത് മതിയോ? മതി. ശരി, ഞാൻ ഇറങ്ങുന്നു. അളിയന് പെങ്ങളൊക്കെ വന്നാ നേരത്തെ എത്തിയേക്കണം.
പിന്നെ ഫ്ലൈറ്റിൽ ഇരുന്ന് മുഷിയാൻ അവൾ അതിനകത്ത് അടുക്കളപ്പണി അല്ലായിരുന്നോ? മനുഷ്യ എടി നാത്തൂനെ, എനിക്ക് കുളിക്കാൻ ഇത്തിരി ചൂട് വെള്ളം വേണം, അതാ ശീലം. എന്ന് തൊട്ട് ചുമ്മാ ഇവിടെ വീട്ടു ജോലിക്കൊന്നും ആരെയും കിട്ടില്ലല്ലേ? ഇപ്പൊ എല്ലാരും ഗൾഫിലല്ലേടി. നാട്ടിൽ ലീവിന് വരുന്നത് സുഖിക്കാനാ. എനിക്ക് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാൻ ഒന്നും വയ്യ. അല്ല, ഇയാളോട് ആരും അടുക്കളയിൽ കയറാൻ പറഞ്ഞത്? ഈ അച്ഛന്റെ പാകം നോക്കുന്ന കാര്യം പാട്. ഇവളിവിടെ കിടന്ന് ഭരിച്ച് മുടിക്കുകയല്ലടാ. അവര് വീടിന്റെ വിളക്കാ. ഓ, ഇയാളായിരിക്കും എണ്ണ ഒഴിക്കുന്നത് തിരിനീട്ടുന്നതും ഒക്കെ. അയ്യാ, ഗൾഫിൽ പോയി കിടന്നിട്ട് വലിയ വിവരമൊന്നും വെച്ചില്ലല്ലോ. ആ, ഗൾഫിൽ പോയി കിടന്ന് ഇരുമ്പ് ചോക്കെ നിന്റെ പെങ്ങളെ പോറ്റേം ചെയ്യുന്നവന് വിവരമല്ല. ഒരല്പം വിവരം ഉണ്ടായിരുന്നത് ഇവളെ കെട്ടിയതോടുകൂടി തീർന്നു. എനിക്കൊരു വിസ കൊണ്ടുതരാൻ പറഞ്ഞിട്ട്. ഈ വാടാ കൊച്ചനെ, നിനക്ക് വിസ ഇല്ലേ ഉണ്ടോ? കൽപ്പണി അറിയാമോ? ഇല്ല. പോട്ടെ, ആശാരിപ്പണി അറിയാമോ? ഇല്ല. വെൽഡിങ്? എനിക്കറിയില്ല. പ്ലംബിങ്? എനിക്കിതൊന്നും അറിയില്ല. എന്നാ പിന്നെ എന്നെ കൂട്ടി ഇരുമ്പ് ചോട്. പുഷ്കരട്ടൻ എഞ്ചിനീയർ ആയതുകൊണ്ട് ഒന്നിനും മാറ്റി നിർത്തണ്ട. വാസ്തവം, എന്നെ കണ്ടാൽ ഒരു എഞ്ചിനീയറുടെ ലക്ഷണമൊക്കെ ഇല്ലേടേ? പിന്നെ അളിയന്റെ ലക്ഷണം അച്ഛൻ പറയുന്നത് പോലെ ആ. അവലക്ഷണം കേട്ടാ. ദാ, എന്താണ് എന്റെ പുഷ്കരട്ടൻ ഒരു കുറവ്? ഓ, കണ്ടേച്ചാലും മതി. ഒരു കുറവില്ലേ? നീ ഗൾഫിൽ വെച്ച് പറയാറുണ്ടല്ലോ എനിക്ക് ഒരുപാട് കുറവുണ്ടെന്ന്. നിങ്ങൾക്ക് നാണമുണ്ടോ മനുഷ്യ? വിവരമുണ്ടോ? ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ നിന്നെ കിട്ടിയത്. നോക്ക്, നിങ്ങൾ എഞ്ചിനീയർ ആണെന്ന് ഞാൻ ഇവിടെ എല്ലാരോടും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെതായ ഒരു സ്റ്റാറ്റസ് കാണിക്കണം. കാക്ക കുടിച്ചാ കൊക്കാവോ? ഈ തറവാട് ഏതാണെന്ന് അറിയോ? മറന്നോ? ഓണംപള്ളി തറവാട്. ഞാൻ മറന്നതല്ല, പിന്നെ എന്റെ അച്ഛൻ ആരാണെന്ന് അറിയോ? അയ്യോ, അതും നിശ്ചയമില്ലാതായോ? എന്റെ ദൈവമേ, ഏത് സമയത്താ എനിക്ക് തോന്നിയേ എന്റെ ഗൾഫിലെ ജോലിയുടെ സ്റ്റാറ്റസ് അനുസരിച്ച് എന്നെ പോലെ ഒരുത്തന്നെ കെട്ടിയത് നിന്റെ ഭാഗ്യം. പിന്നെ സുഖമാണോ? എനിക്കിത്തിരി പഞ്ചാരയുടെയും കൊളസ്ട്രോളിന്റെയും അസ്കിത ഇല്ലാതില്ല. പക്ഷേ അച്ഛനെ കണ്ടാൽ ഒരു പാകേടുമില്ല അല്ലേ? മനസ്സ് നന്നായാ മതി. വാസ്തവം. എട്ടടി 90 ദിവസത്തെ അവധി ഉണ്ട് അച്ഛ. അത്രയും ദിവസം അച്ഛനെ പരിചരിച്ച് അച്ഛന്റെ കൂടെ കഴിയാന്നൊക്കെ പറഞ്ഞ് അതൊരു ഭാഗ്യമല്ലേ അച്ഛ? ഓ, കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന അച്ഛൻ ഇനി എത്ര കാലം ഭൂമിക്ക് മേലുണ്ടാകുന്ന ആർക്കെങ്കിലും വല്ല നിശ്ചയമുണ്ടോ? കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കല്ല, ഞാൻ കർമ്മ മേഖലയിൽ സജീവമാ. അല്ല, ഇന്നല്ലെങ്കിൽ നാളെ നീട്ടണമല്ലോ. മരുന്നെടുത്ത് മേശപ്പുറത്ത് അച്ഛന്റെ കൺമുന്നിൽ വെച്ചതാ, എടുത്ത് തന്നില്ലേ മറക്കുക. അതാ ആ ബാഗും കൂടെ ഇങ്ങോട്ട് എടുത്തോ. ഞാൻ അച്ഛൻ ഒരു വാച്ചും കൂളിംഗ് ഗ്ലാസും മൊബൈലും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ എനിക്കെന്തിനാളാ, ആ സതീശന് കൊടു. ഓ, അവനിട്ടെ കിടക്കുന്ന അണ്ടർവെയർ വരെ ഞാൻ കൊണ്ട് കൊടുത്തതാ അല്ലേടി? ആ, ഉച്ചക്ക് 1 മണിക്ക് ഊണ് കഴിക്കാൻ എന്നെ കൂടെ 3-4 പേരുണ്ടാകും. ഓക്കെ. പേരിന് എന്തെങ്കിലും വന്നേ? വേണ്ട, ഇപ്പൊ പോയില്ലെങ്കിൽ സമയം വൈകും. അവിടെ ഇവിടെ കൂട്ടും കൂടി നിൽക്കുന്ന നേരത്തെ എത്തിയേക്കണേ. മരുന്ന് കണ്ടില്ലേ, മൊത്തം കരിയ. എന്റെ മൂന്ന് കരിവരുണ്ടല്ലോ. ഇടിയപ്പത്തിന്റെ കറി അസലായിരുന്നു. ചേട്ടത്തിയുടെ കൈപ്പുണ്യം മൊത്തം അതിലുണ്ടായിരുന്നു. കറിയുടെ മൊത്തം പറഞ്ഞ് നിന്നാലേ ബസ്സങ്ങ് പോവും. ചെന്നാട്ടെ ഇത് പറഞ്ഞു അളിയോ. സുഷമയ്ക്ക് കുളിക്കാൻ ചൂടുവെള്ളം വേണം. ഇവിടെയോ? ഓ, എനിക്ക് കുളിക്കണമെന്ന് തന്നെ ഇല്ല. എടി സുഷു, ഇതെത്ര പന്തിയായി തോന്നില്ലല്ലോ ഈ അണിച്ചക്കനായിട്ടുള്ള ഏർപ്പാടേ. അപ്പൊ നിങ്ങൾക്കും തോന്നി? സാധാരണ നിനക്ക് തോന്നി, അല്പം വൈകിയാണല്ലോ എനിക്ക് തോന്നാറുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, അവള് നിന്നെ പോലെയല്ല. കുടുംബത്തിൽ പിറന്ന കാര്യപ്രാപ്തിയുള്ള പെണ്ണാണ്. 4 ആളിന്റെ പണിയല്ലേ ഓടി നടന്ന് ഒറ്റയ്ക്ക് ചെയ്യുന്നത്.
3 മാസത്തെ ലീവ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. വീട്ടിലേക്കൊക്കെ ഇറങ്ങണം. പിന്നെ അയ്യോ ജഗദീഷ് പോവാണോ? അതെ, ശാരദയോടൊന്ന് പറഞ്ഞേക്കണേ. ഞാൻ പറയാം. ശരി. വീശോ ഇല്ല, വലി അതുമില്ല. അയ്യേ, അല്ല അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുപ്പി കള്ളും ഒരു കാറ്റൻ സിഗരറ്റും തരാമായിരുന്നു. എന്റെ ഭാഗ്യം. ചേട്ടൻ പോവാണോ? ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞേ പോവണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്നോട് സംസാരിക്കാൻ തന്നെ സമയമില്ല. അതിനിടയ്ക്ക് ഞാനത് ബാധ്യത പോലെ എന്തിനാ? എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നത്? കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മാറാത്തവൾ, വിരൽ തുമ്പിലോ ശരീരത്തോ ഒരല്പം പൊടി പറ്റിയാൽ കലഹിക്കുന്നവൾ, വീട്ടിൽ നിൽക്കുമ്പോൾ പോലും 2 തവണ വസ്ത്രം മാറുന്നവൾ. നിനക്ക് എങ്ങനെ കഴിഞ്ഞു പെണ്ണെ ഇങ്ങനെ മാറാൻ? ഒരു പരിഗണനയും ഇല്ലാതെ ഒരു വേലക്കാരിയെ പോലെ. MSc ഫസ്റ്റ് റാങ്ക് കിട്ടിയ എന്റെ അനിയത്തി വീണ്ടും നെറ്റും എഴുതിയെടുത്തവൾ. അച്ഛൻ നിന്നെ പറ്റി ചോദിച്ചാൽ ഞാൻ എന്ത് പറയണം? നിനക്കിവിടെ സുഖം ഒരു മാടിനെ പോലെ, ഒരു വേലക്കാരിയെ പോലെ അല്ലേ? കണ്ണാടിക്കടവത്തെ കുങ്കുമപ്പൂവിന് കണ്ണീര് തോരാത്ത കാലം, കണ്ണീര് തോരാത്ത കാലം. കണ്ണാടിക്കടവത്തെ കുങ്കുമപ്പൂവിന് കണ്ണീര് തോരാത്ത കാലം, ഞാറ്റുവേലയ്ക്ക് വിടർന്ന കിനാക്കളെ കാറ്റ് നുള്ളുന്ന കഥനകാലം. ഇവൾ സുഗന്ധിനി സ്നേഹതരംഗിണി. കണ്ണാടിക്കടവത്തെ കുങ്കുമപ്പൂവിന് കണ്ണീര് തോരാത്ത കാലം. കുഞ്ഞുനാൾ തൊട്ടേ എഴുതിയ മോഹങ്ങൾ മഞ്ഞിന്റെ മഷി വീണ് മാഞ്ഞുപോയി. കുഞ്ഞുനാൾ തൊട്ടേ എഴുതിയ മോഹങ്ങൾ മഞ്ഞിന്റെ മഷി വീണ് മാഞ്ഞുപോയി. സങ്കടമഞ്ഞിന്റെ മഷി വീണു മാഞ്ഞുപോയി. നെടുവീർപ്പിലൊളിപ്പിച്ച മധുര പ്രതീക്ഷകൾ അറിയാതെ തേങ്ങിപ്പോയി, അറിയാതെ തേങ്ങിപ്പോയി. കണ്ണാടിക്കടവത്തെ കുങ്കുമപ്പൂവിന് കണ്ണീര് തോരാത്ത കാലം.